ഈ പരിപാടിയുടെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ഹാജി, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച PDPയുടെ സംസ്ഥാന സെക്രട്ടറി ജാഫർ അലി ദാരിമി, വേദിയിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകനും നമുക്കേവർക്കും സുപരിചിതനുമായ KPO റഹ്മത്തുള്ള അവർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഹുസൈൻ കാടാമ്പുഴ, അതോടൊപ്പം തന്നെ ഫ്രീ സക്കറിയ ആക്ഷൻ ഫോറം ജോയിന്റ് കൺവീനർ മുഹമ്മദ് റബിയത്ത് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ, PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് തിരൂരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പരപ്പനങ്ങാടിക്കാരനായ സക്കരിയ എന്ന ചെറുപ്പക്കാരൻ PDPക്കാരനായതുകൊണ്ടല്ല. അദ്ദേഹത്തിന് PDPയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമുള്ള വ്യക്തിയല്ല. പിന്നെ എന്തുകൊണ്ട് PDP ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സക്കരിയ എന്ന ചെറുപ്പക്കാരൻ കുറ്റിയിൽ തറവാടിൽ പിറന്ന ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ, പിന്നീട് ആ പ്രദേശത്ത് താമസിക്കാൻ പോലും പ്രയാസപ്പെട്ട അവസാനം വീട് പോലും വിൽക്കേണ്ടി വന്ന് മറ്റിടത്തേക്ക് മാറി താമസിക്കേണ്ടി വന്ന ഒരു സഹോദരിയുണ്ട്, ഒരു ഉമ്മയുണ്ട്. ഒരു മകനെ 10 വർഷം തൻ്റെ വയറ്റിൽ കൊണ്ടു നടന്ന് ആ മകനെ പ്രസവിച്ച് ആ മകന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തു കൊടുത്ത് ആ മകൻ പഠിച്ച് വലുതായി വന്ന് ഒരു ജോലിയിലേക്ക് കടന്നുപോയൊരു സാഹചര്യം. ആ ഉമ്മയുടെ ഇന്നത്തെ അവസ്ഥ പരപ്പനങ്ങാടിയിൽ ആ ഉമ്മയെ പോയി സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നൊരുമ്മ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയെ ഇളക്കി മറിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള നവകേരള സദസ്സ്, ആ നവകേരള സദസ്സിലേക്ക് ഒരു ആംബുലൻസിൽ കയറി വന്ന് ആംബുലൻസിൽ കിടന്നുകൊണ്ട് ആ നവകേരള സദസ്സിലേക്ക് വന്ന് ആയിരക്കണക്കിന് പരാതികൾക്കിടയിൽ ഒരു ഉമ്മയുടെ പരാതിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന് മറുപടി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് മറുപടി വരേണ്ടതുണ്ട്. ഒരു മകനെ നൊന്തു പറ്റ ഒരമ്മ, ആ നൊന്ത് പ്രസവിച്ച ഉമ്മ തന്റെ മകന് വേണ്ടിയിട്ട് അതിൽ ആ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ആ ഉമ്മ ഒരു ഭാഗം തളർന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ ഉമ്മ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. രാജ്യത്തെ പൗരന്മാർക്ക് രാജ്യത്തിന്റെ ഭരണകൂടം നൽകുന്ന, രാജ്യത്തിന്റെ
നിയമവ്യവസ്ഥകൾ അത് പരിപൂർണമായും ഇവിടെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, സക്കരിയയോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മമതയുമില്ല. മറിച്ച് അയാൾ ഇന്ത്യ രാജ്യത്ത് പിറന്നു വീണ ഒരു പൗരനാണ്. ആ പൗരന് രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഈ തിരൂരിൽ നിന്നാണ്. തിരൂരിലെ PDPയുടെ പ്രവർത്തകന്മാർ ഇന്നിങ്ങനെ ഈ തിരൂരിൽ തന്നെ ഒരു യോഗം ചേരാനുണ്ടായ കാരണവും അത് തന്നെയാണ്. ഈ തിരൂരിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. 2009 കൊണ്ടുപോയത്. എത്ര വർഷം പിന്നിട്ടു? 15 വർഷം പിന്നിടുന്നു. ഈ 15 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ബംഗളൂരുവിൽ നടന്ന സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു കൊണ്ടുപോയിട്ട് ഈ 15 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ കേസ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്താ കാരണം? കാരണം എന്താ? നമ്മുടെ നാടുകളിൽ നമ്മൾ ഇപ്പോ കേസിന്റെ വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടാണ് പല കേസുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില്. ഒരു കെട്ട കാലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ഒരു കെട്ട കാലത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇവിടെ 15 വർഷമായിട്ട് അദ്ദേഹം താൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. ആ കേസിൽ പരിപൂർണമായിട്ടും ആ കേസിന്റെ പൂർണ്ണമായ വിചാരണ അവസാനിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കേസിന്റെ വിചാരണ അവസാനിച്ചിരിക്കുന്നു. എന്താ പിന്നെ വിധി പറയാത്തത്? എന്തുകൊണ്ടാ വിധി പറയാത്തത്? അതിൽ തന്നെ നമുക്കറിയാം, ഈ കേസിൽ ഒരുപാട് നിരപരാധികളായ ആളുകളുണ്ട്. ഒരുപാട് നിരപരാധികളായ ആളുകൾ ഈ കേസിലുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോഴും വിധി പറയാതെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തിന്റെ പേരില്ല? അദ്ദേഹം ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്താൻ ചിപ്പ് അങ്ങനെയാ പറഞ്ഞു കേൾക്കാറ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇദ്ദേഹം ഒരു കൊണ്ടോട്ടിയിലെ ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ജോലി ചെയ്ത് ആ സമയത്ത് ആ കടയിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ, ആ കടയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കേസിൽ പിടിക്കപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ ആ കടയിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച വ്യക്തി എന്നുള്ളത് കൊണ്ടാണ് 6 മാസങ്ങൾക്ക് അദ്ദേഹം അവിടെ ജോലി ചെയ്ത് അദ്ദേഹം ആ ജോലി ഒഴിവാക്കി അവിടെ നിന്ന് വന്നു തിരൂരിൽ ജോലി ചെയ്തു. 6 മാസം അദ്ദേഹം ജോലി ചെയ്യാതെ നിന്നിട്ടുണ്ട്. 6 മാസം അദ്ദേഹം ജോലി ചെയ്യാതിരുന്നു. പിന്നീട് തിരൂരിൽ വന്നു. ഇവിടെ ജോലി ആരംഭിച്ച് ഏതാനും മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നീട് അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 3 തവണ അദ്ദേഹം തന്റെ നാട്ടിൽ വന്നു പോയിട്ടുണ്ട്. എങ്ങനെയാ വന്നു പോയത്? നാട്ടിലേക്ക് വരാനുള്ള എല്ലാ ചെലവുകളും അദ്ദേഹം തന്നെയാണ് വഹിച്ചത്. 3 തവണ വന്നു. ആദ്യമായി വന്നത് തന്റെ സഹോദരൻ, തന്റെ കൂടപ്പിറപ്പ്, തന്റെ ജ്യേഷ്ഠൻ. ആ ജ്യേഷ്ഠന്റെ വിവാഹത്തിന് വേണ്ടി അദ്ദേഹം വന്നു. ആ സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, ഇദ്ദേഹം കല്യാണം കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ആ സഹോദരൻ പടച്ചവന്റെ വിളിക്കുത്തരം നൽകി മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം നാട്ടിൽ വരുന്നത്. അതിനും പണം കൊടുക്കേണ്ടി വന്നത് പ്രീ സക്കരിയ ആക്ഷൻ ഫോറവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ ചേർന്നുകൊണ്ടാണ്. പിന്നീട് തന്റെ ഉമ്മ അത്യാസന്ന നിലയിൽ കിടന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും കാണാൻ വന്നു. അപ്പോഴും സംഭവിച്ച ഇതേ രീതിയിലാണ്. ഇവിടെയാണ് ഒരു വിചാരണ തടവുകാരന് കിട്ടുന്ന അവകാശങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. ഇത്തരം അനീതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ ഈ സമരത്തിലൂടെ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ഇനിയും ഒരുപാട് നേതാക്കൾ സംസാരിക്കാനുണ്ട്. ഞങ്ങൾ ഇത്തരം സമരങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത് ഈ കേസിന്റെ വിചാരണ പൂർത്തീകരിക്കപ്പെടുകയും അതിൽ അന്തിമ വിധി ഉടൻ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വിചാരണയൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, വിധി പറയാൻ മാത്രമേ ഉള്ളൂ. എവിടെയും ജഡ്ജിയെ പലതവണ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴുള്ള ജഡ്ജിയെ വീണ്ടും മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഇന്ന് കർണാടകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിൽ ഒരു അന്തിമ വിധി ഉണ്ടാവണം. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ ബംഗളൂരു സ്ഫോടന കേസിൽ നിരവധി മലയാളികളുണ്ട്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുക, അതല്ല അവർ നിരപരാധിയാണെങ്കിൽ വിട്ടയക്കുക. അതിനുവേണ്ടി എന്തു വേണം? ഈ കേസിന്റെ അന്തിമ വിധി ഉണ്ടാവണം. അതിന് കേരള ഗവൺമെന്റ് കർണാടക ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം. ഇതൊക്കെയാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ ആളുകളും ഞങ്ങൾ നടത്തുന്ന ഇത്തരം സമരങ്ങളോട് സന്ധിയാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ തയ്യാറായ തിരൂർ മേഖലാ കമ്മിറ്റിയെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് PDP, ജയ് മരുന്ന്.